Hello everyone, this is Dr. Basil and Dr. Chippy. വെൽക്കം ടു മൈൻഡ്മെഡ് ചാനൽ. ഇന്ന് ഞങ്ങൾ വൈകുന്നേരം നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ്. കുറച്ച് നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം മൈൻഡ്മെഡ് ചാനൽ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു. ഈ പ്രാവശ്യം നമ്മുടെ ടോപ്പിക് ടാറ്റൂയിങ്. പല സെലിബ്രിറ്റീസും അതുപോലെ തന്നെ പല വ്യക്തികളും ശരീരത്തിൽ ടാറ്റൂയിങ് ചെയ്യുന്നതായി കാണുന്നു. ഇതിപ്പോഴത്തെ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുക അല്ലേ ചായ? തീർച്ചയായും. ടാറ്റൂയിങ് എന്നാൽ എന്തായി ചായ? അത് ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു? ടാറ്റൂയിങ് ഏകദേശം ക്രിസ്തുവിന് 3500 വർഷങ്ങൾക്ക് മുമ്പേ കിട്ടിയിരിക്കുന്ന മമ്മികളിൽ വരെ ഈ ടാറ്റൂവിൻ്റെ അംശം കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ പച്ച കുത്തുക എന്ന് പറയും. ഈ പള്ളിപ്പെരുന്നാളിനൊക്കെ പോയി കഴിഞ്ഞാൽ പച്ച കുത്തിയിട്ട് വരിക എന്ന് പറഞ്ഞൊരു വലിയ പവറാണ്. പച്ച കുത്തിയ ആൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരാളെ പോലെ കാണുന്ന ഒരു കാലഘട്ടം അന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം 100 പേരിൽ 40 പേര് ടാറ്റു അടിക്കുന്നു. 40% പോപ്പുലേഷനോളം ടാറ്റു യൂസ് ചെയ്യുന്നു എന്നുള്ള കണക്കുകളിലേക്ക് യൗവനക്കാരുടെ ലെവല് കയറി വരികയാണ്. ടാറ്റു എന്ന് പറഞ്ഞാൽ ഒരു ഇങ്കാണ്. ആ ഇങ്ക് നമ്മുടെ ഡെർമിസിൻ്റെ ഉള്ളിലേക്ക് ചെറിയ പോയിൻറ്റഡ് നീഡിൽ വെച്ചിട്ട് ഉള്ളിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഡെർമിസിൻ്റെ ഉള്ളിലേക്ക് ചെറിയ പോയിൻറ്റഡ് നീഡിൽ വെച്ച് ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ ഡെർമിസിൻ്റെ ഉള്ളിൽ പോയിട്ട് ഈ ഇങ്ക് പോയി കിടക്കും. അപ്പോൾ ഇങ്ക് കിടക്കുമ്പോൾ ശരീരം വിചാരിക്കുന്നത് എന്താ, നമ്മുടെ ശരീരത്തിലേക്ക് ഏതോ ഒരു ഫോറിൻ ബോഡി പുതിയൊരു സാധനം വന്നു എന്നൊരു ചിന്തയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് കിട്ടുക. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്നാ ചെയ്യും, അത് മനസ്സിലാക്കിയിട്ട് ഇവനെ എങ്ങനെയെങ്കിലും പുറത്ത് ചാടിക്കാൻ നോക്കും. അപ്പം നമ്മുടെ ശരീരത്തിലെ പട്ടാളക്കാർ ആക്റ്റീവാകും. അപ്പം അങ്ങനെ നമ്മുടെ ശരീരത്തിലെ പട്ടാളക്കാർ ആക്റ്റീവായിട്ട് നേരെ പോയി ഈ ഇങ്കിനെ പോയിട്ട് ഇവർ എൻഗൾഫ് ചെയ്യും, അല്ലെങ്കിൽ അഥവാ ഇതിനെ വിഴുങ്ങാൻ നോക്കും. ഈ ഇങ്ക് പാർട്ടിക്കിൾസിൻ്റെ സൈസ് വലുതായതുകൊണ്ട് ചിലപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ടും വിഴുങ്ങാൻ പറ്റാതെ വരും. അങ്ങനെ വരുമ്പോൾ ഈ മാക്രോഫേജസ് അങ്ങനെ തന്നെ അവിടെ കിടക്കും. അപ്പോൾ ഈ മാക്രോഫേജസിലെ ഈ ഇങ്ക് ഇങ്ങനെ കട്ട പിടിച്ച് പറ്റിയിരിക്കും. ഇതാണ് ആക്ച്വലി ടാറ്റു. ഓക്കെ, അപ്പോൾ ഇതാണ് ടാറ്റു. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ട്രിഗർ ചെയ്യുന്ന ഒരു സംഭവം. അപ്പം ഈ ടാറ്റൂയിങ് ചെയ്യുന്നത് ശരീരത്തിൽ ചെയ്യുന്നത് സുരക്ഷിതമാണോ? പ്രിയപ്പെട്ടവരെ, ഇത് സുരക്ഷിതമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക്, മാക്രോഫേജസിൻ്റെ ഉള്ളിലേക്ക് ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇങ്ക് ചെല്ലുകയാണ്. യൂഷ്വലി ഇതിന് ഉപയോഗിക്കുന്ന ഇങ്ക് മെർക്കുറി, ക്രോമിയം, കാഡ്മിയം പോലുള്ള ഇങ്കുകളാണ് അധികവും ഉപയോഗിക്കുക. അതുപോലെ പോളി അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് PAH എന്ന് പറയുന്ന ഹൈഡ്രോകാർബൺസ് എല്ലാം ഇതിന് വേണ്ടിയിട്ട് വളരെ അധികമായിട്ട് ഉപയോഗിച്ച് വരുന്നു. ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് ഇങ്ക്സ് മിക്കപ്പോഴും കാർസിനോജനിക്കും നമ്മുടെ ശരീരത്തിന് അലർജി പോലുള്ള പ്രതിഭാസങ്ങൾ ഉണ്ടാക്കാം. പല പഠനങ്ങളും കാണിക്കുന്നത്, പ്രത്യേകിച്ച് 2020 തൊട്ട് മുമ്പിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അധികവും പഠനങ്ങൾ നമുക്ക് ഇതുകൊണ്ട് പല രോഗങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ്. നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ ഇന്നൊരു ട്രെൻഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. 3-ൽ ഒരാളെങ്കിലും ടാറ്റു അടിച്ചിരിക്കണം. ഒരു ഗ്യാങ് ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഒരു ടാറ്റു സെപ്പറേറ്റ് ഒരു സിമ്പൽ പോലെയായി. കഴിഞ്ഞ ദിവസം ലൈഫ് സ്റ്റൈലായി മാറിയിരിക്കുകയാണ് കൂടുതൽ. കഴിഞ്ഞ ലൈഫ് സ്റ്റൈൽ കറക്റ്റാണ്. നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഈ കുട്ടികളുടെ ഒരു പ്രത്യേകത വെച്ചിട്ട് ഇപ്പോൾ ഈ ഉടുപ്പ് മാറുന്നതിനനുസരിച്ച് ബന്ധങ്ങൾ മാറുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ OP-യിൽ ഒരു പയ്യൻ വന്നു. ഇതുമായിട്ട് ബന്ധമില്ലെങ്കിലും പയ്യന് ഒരു ലവർ ഉണ്ടായിരുന്നു. ആ ലവറിൻ്റെ പേര് അവൻ അടിപൊളിയായിട്ട് കയ്യിലൂടെ പച്ച കുത്തി ഇങ്ങനെ വെച്ചേക്കുക. അപ്പോൾ അവൻ എൻ്റെ അടുത്തിട്ട് ഒന്നെന്ന് പറഞ്ഞു, സാറേ അവൾ എന്നെ തേച്ചിട്ട് പോയി, എനിക്കത് മാച്ച് കളയണം, എന്തെങ്കിലും മാർഗമുണ്ട്? ഇതിനുള്ള ആകെയുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഈ ലേസർ പോലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഇതിനെ മായ്ക്കുക എന്നുള്ളതാണ്. എങ്കിൽ കൂടെ അത് വികൃതമായി കിടക്കും. സോ ബിഫോർ അപ്ലൈയിങ് ടാറ്റു നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം, നമ്മൾ ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഇംപ്രഷൻ നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാക്കാൻ പോവുക. സുരക്ഷിതമാണോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. സോ ഈ മാക്രോഫേജസ് ഇതിനെ ആഗിരണം ചെയ്ത് കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ നത്തിങ് ഈസ് പെർമനൻ്റ്. വെൽ, ഭൂമിയിലൊന്നും പെർമനൻ്റ് അല്ല. ഭൂമിയിലൊന്നും പെർമനൻ്റ് അല്ലാതിരിക്കുമ്പോൾ ടാറ്റുവും ഭൂമിയിൽ പെർമനൻ്റ് അല്ല. കുറേ കാലം കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മതി, ടാറ്റു അടിച്ചിരിക്കുന്ന പയ്യെ ബ്ലറായി തുടങ്ങും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ മാക്രോഫേജസിനെ പയ്യെ ഈ മാക്രോഫേജസ് പൊട്ടിപ്പോയിട്ട് വേറെ മാക്രോഫേജസ് വന്ന് ഈ
ഇങ്കിനെ എൻഗൾഫ് ചെയ്യും, അഥവാ അത് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കും. ആക്കിയിട്ട് പയ്യെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ മാക്രോഫേജ് സഞ്ചരിച്ചു കൊടുക്കും. ബ്ലഡ് സ്ട്രീമിൽ നമ്മുടെ മാക്രോഫേജ് സഞ്ചരിക്കും. ഇത് പയ്യെ പോയിട്ട് നമ്മുടെ കഴലകളുടെ ഉള്ളിൽ പോയിരിക്കും. ഈ കഴലകളുടെ ഉള്ളിൽ പോയിരിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുക. ആദ്യം ഇതൊരു അലർജിക് പ്രതിഭാസമായിട്ട് വരും, കാരണം കിട്ടാത്ത പനിയായിട്ട് വരും. പിന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ടാറ്റു അടിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ കഴലകൾ വീർത്തിരിക്കുന്നു. ടാറ്റു നമ്മൾ കഴലെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പ്രോബബ്ലി അതൊരു ലിംഫോമ എന്ന് പറഞ്ഞ ഒരു തരം ലിംഫ് ഗ്രന്ഥികളെ ബാധിക്കുന്ന ഒരു തരം ക്യാൻസർ ആയിരിക്കാം. അപ്പോൾ സ്വീഡിഷ് പഠനങ്ങളെല്ലാം കാണിക്കുന്നത് ടാറ്റു അടിച്ചവരും അടിക്കാത്തവരും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 40-50% പുതിയ പഠനങ്ങൾ കാണിക്കുന്നു ലിംഫോമ പോലെയുള്ള രോഗങ്ങൾക്കുള്ള സാധ്യതയേറെയാണ്. അപ്പോൾ പലപ്പോഴും ചില ആൾക്കാർ പറയും, സാറേ ഞാൻ ചെറിയ ടാറ്റു ചെറുതല്ലേ അടിച്ചോളൂ, അതിനിങ്ങനെ കുഴപ്പമുണ്ടാവോ എന്നൊക്കെ ചോദിച്ച് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കാറുണ്ട്. മിക്കപ്പോഴും എനിക്ക് അന്നേരം തോന്നുക, ചെറുതല്ലേ കുഴപ്പമുണ്ടാവില്ലല്ലോ എന്നൊരു ചോദ്യം എനിക്കും തോന്നാറുണ്ടെങ്കിലും ആ പഠനത്തിൻ്റെ നിഗമനത്തിൻ്റെ അവസാനം ഇപ്രകാരം പറഞ്ഞിരിക്കുക, അത് വലിയ ടാറ്റു ആണെങ്കിലും ചെറിയൊരു സിമ്പിളായിട്ടുള്ളൊരു 3 ഡോട്ടാണെങ്കിലും ഇതിൻ്റെ രണ്ടിൻ്റെയും കോംപ്ലിക്കേഷൻ ഒന്ന് തന്നെയാണ്. സോ ടാറ്റുവിങ് ഈസ് എ റിസ്കി ഗെയിം. 2, ഇതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ വളരെയധികം കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഹെപ്പറ്റൈറ്റിസ് ബി. സോ ഇത് നമ്മളൊരു പ്രൊഫഷണൽ ടാറ്റു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോയി ചെയ്താലും ഉണ്ടാകാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ലിംഫോമ പോലത്തെയുള്ള ക്യാൻസറസ് രോഗങ്ങൾ. എന്നാൽ നമ്മൾ നേരത്തെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ പള്ളിപ്പെരുന്നാളിന് പോയി പച്ച കുത്തുന്ന ശീലവും നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പോൾ അതുപോലെ പോയി കുത്താൻ പോകുന്നവർ നമ്മുടെ നാട്ടിൽ തള്ളിക്കളയാൻ പറ്റില്ല. ഒന്ന് ഗോവയിലൊക്കെ പോയി കഴിഞ്ഞ് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ടാറ്റു അടിക്കണം എന്നൊരു ഫീലൊക്കെ ആ ഹൈയിൽ കിട്ടുന്ന മക്കൾ നമ്മുടെ നാട്ടിൽ വളരെ വളരെ അധികമാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ പോകുമ്പോൾ ഇവർ ഈ നീഡിൽ സ്റ്റെറിലൈസ്ഡ് ആണോ എന്നൊന്നും നോക്കത്തില്ല. ആ കണ്ടീഷൻസിലാണ് ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, HIV പോലുള്ള മാരകമായ രോഗങ്ങളിലേക്ക് കൂടി ഇൻഫെക്ഷൻസ് ഒക്കെ ഈ ടാറ്റൂയിങ്ങിന്റെ ഭാഗമായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് ക്യാൻസർ, അതായത് ലിംഫോമ പോലുള്ള അസുഖങ്ങളും അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി, സി അങ്ങനെയുള്ള മറ്റുള്ള പല ഇൻഫെക്ഷൻസും ഈ നീഡിൽ അല്ലേ, അഥവാ നീഡിൽ സ്റ്റെറൈൽ നീഡിൽ ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. നല്ല തീർച്ചയായും. ഈ ടാറ്റൂയും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഓരോ രാജ്യത്തെയും പോളിസി അനുസരിച്ചാണ് ടാറ്റൂയിങ് ആൻഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. നിങ്ങൾ ടാറ്റു അടിച്ച ഒരാളാണോ, ഇന്ത്യയിൽ നിയമം വെച്ചിട്ട് നമുക്ക് 3 മാസം വരെ ബ്ലഡ് കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ടാറ്റു അടിച്ച ആളാണോ, ഇന്ത്യയിൽ 1 ഇയർ വരെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രാക്ടിക്കലി പറ്റത്തില്ല എന്നാണ് പല പഠനങ്ങളും കാണിക്കുന്നത്. ഗൈഡ് ലൈൻസ് ഒന്ന്, അതോടൊപ്പം തന്നെ ജീവിതത്തിൽ മിക്കപ്പോഴും നമ്മളൊരു ബ്ലഡ് കൊടുക്കാൻ പോകുമ്പോൾ ലാസ്റ്റ് 1 ഇയർ പീരീഡ് ആണെങ്കിൽ നമ്മൾ മിക്കപ്പോഴും എടുക്കത്തില്ല. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, HIV, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി പോലുള്ള രോഗങ്ങൾ ഒരു വൈറസ് ഉള്ളിൽ കയറി ആ വൈറസ് രോഗമുണ്ടാക്കാനെടുക്കുന്ന സമയത്തെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഈ ഇൻക്യുബേഷൻ പീരീഡ് കഴിഞ്ഞാലാണ് വൈറസിന് രോഗം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം വരെ നമ്മളിത് ഒഴിവാക്കി വിടും. ഇത് എവ്രി ലോക്കൽ പോളിസീസ്, എവ്രി റീജിയൻസിൻ്റെ ലോക്കൽ പോളിസീസ് അനുസരിച്ച് മാറും. സോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് ഡിഫിക്കൽട്ട്. ഓക്കെ, അപ്പം ആ ഒരു ടൈം വരെ, ഇൻക്യുബേഷൻ പീരീഡ്, ആ ഒരു സമയം വരെ അല്ലേ. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈലിലെ ഒരു ഭാഗമായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും പ്രിക്വേഷൻസ് നമ്മൾ എടുക്കണോ ഇതിന് വേണ്ടി? പ്രിക്കോഷൻസ് തീർച്ചയായിട്ടും എടുക്കണം. പ്രിക്കോഷൻസ് നമുക്ക് ചില കുട്ടികൾക്ക് ഇത് പറ്റത്തില്ലാതെ, അടിക്കാതെ പറ്റത്തില്ല എന്ന് ചിന്തിക്കുന്ന, ഇത്രയൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടും അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളുണ്ട്. ഈവൻ എൻ്റെ കൂടപ്പിറപ്പുകൾ വരെ ആ കൂട്ടത്തിൽ പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പ്രിക്കോഷൻ എടുത്ത് മുമ്പിലേക്ക് പോകുക എന്നുള്ളതാണ്. എന്തൊക്കെ പ്രിക്കോഷൻസ് നമുക്ക് എടുക്കണം? ഒന്ന്, ഇതിനുപയോഗിക്കുന്ന ഇങ്ക് ഏതാണെന്ന് നോക്കുക. ഇങ്ക് ഹെവി മെറ്റൽസോ, മെർക്കുറി, കാഡ്മിയം, പോളി അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്, കൊബാൾട്ട് പോലെയുള്ള കാർസിനോജനിക് ആയിട്ടുള്ള ഇങ്ക് ഉപയോഗിക്കാത്ത ബ്രാൻഡ്സ് നോക്കി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുകയാണ്. പറ്റുന്നിടത്തോളം നാച്ചുറൽ ഇങ്ക്സ്, സിന്തറ്റിക് അല്ലാത്ത നാച്ചുറൽ ഇങ്ക്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലത്തെ ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി ഉചിതമായിരിക്കും എന്ന് പല പഠനങ്ങളും
സ്റ്റെറിലൈസ്ഡ് നീഡിൽസ് മാത്രം ഉപയോഗിച്ച് ചെയ്യുന്ന സെൻറ്റേഴ്സ് കുറച്ചും കൂടി ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറയ്ക്കും. ഓക്കെ. 3, വീണ്ടും വീണ്ടും തേച്ചിട്ട് പോകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റാത്ത ഈ കാലഘട്ടത്തിൽ പെണ്ണുങ്ങളെ പെട്ടെന്ന് വിശ്വസിക്കരുത്. സോറി ചിപ്പി, ഇങ്ങനെ ഹേർട്ടാവണ്ട, ഞാൻ ജീവിതത്തിലൊരു യാഥാർത്ഥ്യം പറഞ്ഞതാണ്. അപ്പോൾ അതുപോലെ തന്നെ ആണുങ്ങളെ വിശ്വസിക്കണ്ട. 2 പേരുടെയും പേര് പ്രദർശിപ്പിക്കാവുന്ന സ്ഥലത്ത് എഴുതി ഒട്ടിക്കാൻ വേണ്ട. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഡിഫിക്കൽട്ട് മാറ്റർ. റിമൂവ് ചെയ്യാൻ പാടാണ്. റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. ലേസർ വെച്ചിട്ട് ചെയ്യാൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പാട് ഇമ്പൾസിവിറ്റി കുറയ്ക്കുക. പിടിച്ച്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്ന എപ്പോഴും നല്ലതായിരിക്കും. യെസ്, ഇതെല്ലാമാണ് ടാറ്റൂയിങ് എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത്. മക്കളെ, ടാറ്റു ഞാനും ആഗ്രഹിക്കുന്നു, ചിപ്പിയും ആഗ്രഹിക്കുന്നു, നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന. പക്ഷേ ടാറ്റു സൂക്ഷിച്ച് ഒരു പ്രൊഫഷണൽ ഒപ്പീനിയൻ കിട്ടിയതിന് ശേഷം മാത്രം അതിൽ മുമ്പിലേക്ക് പോവുക. അതിന് അതിൻ്റേതായ റിസ്ക് ഉണ്ട്. നമ്മുടെ ശരീരം ഏത് രീതിയിൽ പ്രതികരിക്കും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗോ ഫോർ എ പ്രൊഫഷണൽ ടാറ്റു ആർട്ടിസ്റ്റ് വേർ സ്റ്റെറിലൈസേഷൻ 100% ഉറപ്പിക്കണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഓൾ. നന്ദി.